യൂസ് യുവർ ബ്രെയിൻ, നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്തുകൊണ്ട് അത്രയും റിപ്പോർട്ട്സ് വരുന്നു എന്നുള്ളത്. ഇനി ഈ ശതമാനത്തിൽ ചെറിയ ഈ ശതമാനക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിലും വരും. അല്ല, റിപ്പോർട്ടുകൾ എടുത്തു നോക്കുക. കൃത്യമാണ് ആരാണ് ചെയ്യുന്നത്. ശാഖകൾ തോറും ഇവർ നടത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. ഇവിടെയുള്ള ഒരു ശാഖയും നിലനിൽക്കാൻ അനുവദിച്ചുകൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനവും തീവ്രവാദ പ്രവർത്തനവും നടത്തുന്നത്. ഇവിടുത്തെ തന്നെ പൗരന്മാരാണ് മറ്റു മതവിഭാഗക്കാർ. മതേതര രാജ്യമായ നമ്മുടെ രാജ്യത്തെ മറ്റു മതസ്ഥരെ കൊന്നുകളയാനും അവരെ ഇവിടെ നാട്ടിൽ നിന്ന് പായിക്കണമെന്നും ചിന്തിക്കുന്നതിനെയാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത്. അത്തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ശാഖകളെ പൂട്ടുന്നതിന് പകരം നീ ചുമ്മാ അടങ്ങുന്ന മനുഷ്യരുടെ തലയിൽ കയറുന്ന, കാശ്മീരിലോട്ട് പോകുന്നു, മറ്റേ ലക്ഷദ്വീപിലോട്ട് പോകുന്നു, അതൊക്കെ തെളിവുകളാണ്. എന്താണ് അവിടെയൊക്കെ നടക്കണെന്നുള്ള തെളിവുകളാണ്. ഇരകളെ കാണിച്ച് വേട്ടക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരായ ഇരകളായി നിന്നുകൊണ്ട് നിങ്ങൾ രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയാണ് ചതിക്കുന്നത്. ആദ്യം ഇതില്ലാതാക്കേണ്ട ഉത്തരവാദിത്തം മോദിക്കും അമിട്ടിനുമാണ്. സ്വന്തം സംസ്ഥാനത്ത് പോകാൻ പറ, അവിടുത്തെ പ്രശ്നം തീർക്കുക. ഇവിടെ അത്രയും വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അത് ഉണ്ടെങ്കിൽ പോലും ശാഖകൾ പൂട്ടിയാൽ മാത്രം തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. മുസ്ലിം കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഡ്രഗ് ഡീൽ ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവരെ ഈ വിഷം കുത്തിക്കെറ്റിച്ച് അവരെ കൊണ്ട് ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുപ്പിച്ച് കൂടുതൽ ആൾക്കാരെ ക്രൈമിലേക്ക് ഇൻവോൾവ് ചെയ്ത് ഇസ്ലാമിയരെല്ലാം ക്രിമിനൽ ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ശാഖയിൽ തോറും നടത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ പാഠത്തിന്റെ നേർ വെളിപാടാണ് ഈ ഡാഷ് മോൻ നമുക്കിപ്പോ തന്നിട്ടുള്ളത്. ഈ വൃത്തികെട്ടവൻ പറഞ്ഞത് ശാഖയിൽ വന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന സാധനമാണ്. ഒരു പഠനവോ യാതൊരു അപഗ്രഥനവോ നടത്താതെ മണ്ടത്തരം വിളിച്ചു പറയുന്ന ഇവൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തുറന്നു വെച്ചു എന്നതിനപ്പുറം ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവനെയൊക്കെ സൽക്കരിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തി മന്തിയും കുന്തിയും കൊടുക്കുമ്പോൾ ഓർത്തോ, ഇവന്റെ കണ്ണ് മുഴുക്ക നിങ്ങളുടെ സ്വത്തിലാണ്. അടിച്ചു മാറ്റുക, നശിപ്പിക്കുക, നിങ്ങളുടെ സ്വത്തെടുത്തോണ്ട് പോകുക. അവരൊറ്റ ഉദ്ദേശത്തിലാണ് വഖഫ് പോലുള്ള വിഷയങ്ങളിലും ഇടപെട്ട് അനാവശ്യമായി ഇസ്ലാമിയരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ ബഹളം നടത്തുന്നു. ഒരു കലാപം വന്നാൽ, ഗുജറാത്തിലെ പോലെ ഒരു വിഷയം ഇവിടെ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു. ഇവൻ രക്ഷപ്പെടുവോ, ഇവന്റെ കുടുംബം രക്ഷപ്പെടുവോ? ഇത്രയും മിക്സഡായി കിടക്കുന്ന ഈ കമ്മ്യൂണിറ്റികൾ തമ്മിൽ തല്ലിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തെന്ന് ആലോചിച്ച് നോക്കിയാണ്. കോളനി പോലെ താമസിക്കുന്നതാണ് വിചാരിക്കുന്നത്. മലപ്പുറത്തോട്ട് ചെന്ന് കയറുമെന്നാ പറയുന്നത്. മലപ്പുറമാണല്ലോ മെജോറിറ്റി മുസ്ലിംസ് ഉള്ളത്. ചെന്ന് കയറാൻ പറയുന്നു. കുഞ്ഞു കുട്ടികൾ വരെ എടുക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാണ് അർത്ഥം. മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മളവരെയും പ്രൊവോക്ക് ചെയ്യുന്നതോ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഇത് പറയുന്നത്. തീട്ടസംഖ്യയാണവൻ. ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ തീട്ടസംഖ്യയാണ്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി എന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട്. അവൻ തന്നെയാണത്. ഈ മുഴുവൻ നിങ്ങൾ പോയിരുന്ന് കേൾക്കുക. ഇതെടുത്ത് വെച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു 5 വട്ടം നിങ്ങൾ ഇവൻ്റെത് കേൾക്കുക. അവന് വ്യൂ പോയാലും കുഴപ്പമില്ല, നിങ്ങൾ ഇത് കേൾക്കുക. അവൻ പറഞ്ഞത് മുഴുക്ക അവനെ തന്നെയാണ്. അവൻ കണ്ണാടി നോക്കി പറയുന്ന സാധനം തന്നെയാണ്. തീവ്രവാദി എന്ന് അവനെ വിളിക്കുന്നു, രാജ്യദ്രോഹി എന്ന് അവനെ വിളിക്കുന്നു, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി എന്ന് അവൻ പറയുന്നു. അവൻ പറയുന്നത് മുഴുക്ക അവന്റെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാകും. ഫേസ് സൈക്കോളജി പഠിച്ച ഒരാളെ കൊണ്ട് അവന്റെ അടുത്ത് സംസാരിപ്പിച്ച് നോക്ക്, അവന്റെ ഉള്ളിലുള്ള ആ തീട്ട സംഗീതം പുറത്തേക്ക് വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. Thank you so much.